പ്രിയ ദൈവമക്കളെ, ഇന്ന് ചെറിയൊരു പ്രാർത്ഥനയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചെറിയൊരു പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107 അധ്യായം 1 മുതൽ 15 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനങ്ങളെ വായിക്കുന്നു. ശ്രമിപ്പിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവന്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. അവർ ഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു. പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. അവർ വിശന്നും ദാഹിച്ചിരുന്നു. അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ വിടുവിച്ചു, ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിനു അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്നു. അഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ, അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു. അവരുടെ ബന്ധനങ്ങൾ അറുത്തു കളഞ്ഞു. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ സ്വർഗീയ പിതാവേ, സ്വർഗസ്ഥ പിതാവേ, സ്വർഗസ്ഥ കർത്താവേ, എന്റെ ദൈവമായ പിതാവേ, പാപികളെ സ്നേഹിക്കുകയും പരിഹാസികളെ ദ്വേഷിക്കുകയും ചെയ്യുന്ന നാഥനെ, പാപികളാവുന്ന എല്ലാ മക്കളോടും കർത്താവാം ദൈവമേ, പാപികളാണ് കർത്താവേ, ഞങ്ങൾ എല്ലാവരും പാപികളാണ് പിതാവേ. ഞങ്ങൾ പാപത്തിൽ ജനിച്ചു, പാപത്തിൽ വളർന്നു, പാപപ്രവർത്തികൾ ചെയ്ത് ഇന്നും ജീവിക്കുന്ന പാപികളാവുന്ന അടിയങ്ങളോട് കരുണ ചൊരിയുന്ന കർത്താവേ, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. നമ്മുടേതിന് മാത്രമല്ല സർവ്വ ലോകത്തിന്റെ പാപത്തിനും തന്നെ എന്ന് തിരുവചനത്തിൽ കൂടെ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ എല്ലാവിധമാവുന്ന പാപങ്ങളിൽ നിന്നും എല്ലാവിധമാവുന്ന ശാപങ്ങളിൽ നിന്നും കെട്ടുകളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് രക്ഷിക്കുന്ന കർത്താവേ, ഞങ്ങളെ കർത്താവാം ദൈവമേ, ഞങ്ങളുടെ രക്താംബരം പോലുള്ള പാപങ്ങളെ ക്ഷമിച്ച് ഞങ്ങളെ പുത്രന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് അവിടുത്തെ മക്കളാക്കി തീർത്ത് അവിടുത്തെ രാജ്യത്തിന്റെ ഓഹരിക്കാരാക്കി തീർത്ത് അവിടുത്തെ രാജ്യത്തിന്റെ അനുഭവത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ കർത്താവേ. ഞങ്ങളെല്ലാവരും കർത്താവാം ദൈവമേ, സംഭവ ബഹുലമായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഇന്ന് ജീവിക്കുന്ന ഞങ്ങളെല്ലാവരും മാരകമാവുന്ന രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് കർത്താവേ. ഞങ്ങളെ ശരീരത്തിൽ അങ്ങ് നിർമ്മിച്ചിട്ടുള്ള ശരീര അവയവങ്ങളെല്ലാം മാരകമാവുന്ന മുറിവുകൾ മൂലം, മാരകമാവുന്ന രോഗങ്ങൾ മൂലം, മാരകമാവുന്ന അർബുദങ്ങൾ മൂലം, മാരകമാവുന്ന ക്ലേശങ്ങൾ മൂലം ഒരു ചെറിയൊരു പനി വന്നാൽ ഞങ്ങൾക്ക് സഹിക്കുവാൻ സാധ്യമല്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മാരകമാവുന്ന പനികൾ ഞങ്ങളെ കടന്നുകൂടിയിരിക്കുമ്പോൾ, ഞങ്ങളുടെ ദേശത്തിൽ കടന്നുകൂടിയിരിക്കുമ്പോൾ
കടന്നുകൂടിയിരിക്കുമ്പോൾ, ഞങ്ങളുടെ രാജ്യത്ത് കടന്നുകൂടിയിരിക്കുമ്പോൾ അവയിൽ നിന്നെല്ലാം ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന സ്വർഗത്തിലെ ദൈവമേ, അവിടുത്തെ വചനമായി ഞങ്ങളെ വിടുവിക്കുന്നവൻ കൃപകൾക്കായി സ്തോത്രം. അങ്ങ് നിർമ്മിച്ചിട്ടുള്ള ഓരോ അവയവത്തിലും ഏതൊക്കെ ശരീര അവയവങ്ങളിൽ എവിടെയൊക്കെ ബാധ കടന്നുകൂടിയിരിക്കുന്നുവോ, എവിടെയൊക്കെ രോഗാണുക്കൾ കടന്നുകൂടിയിരിക്കുന്നുവോ, എവിടെയൊക്കെ കർത്താവാം ദൈവമേ അതിഭയങ്കരമാവുന്ന വ്യാധികൾ കടന്നുകൂടിയിരിക്കുന്നുവോ, എല്ലാം തിരുമേനി അറിയുന്നു. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യൻ അവിടുന്ന് മാത്രമാണല്ലോ. അങ്ങ് തന്നെ ഞങ്ങൾ എല്ലാവരും സൗഖ്യമാക്കുന്നവൻ കൃപകൾക്കായി സ്തോത്രം. അങ്ങ് തൊട്ടവർക്കും അങ്ങേ തൊട്ടവർക്കും ഒരുപോലെ സൗഖ്യം ലഭ്യമായതുപോലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ എല്ലാവരും സൗഖ്യമാക്കുന്നവൻ കൃപകൾക്കായി സ്തോത്രം. ഞങ്ങൾ എല്ലാവരും വിട്ടുവയ്ക്കുന്നവൻ കൃപകൾക്കായി സ്തോത്രം. ഞങ്ങൾ എല്ലാവരുടെ മേലും ഇവിടുത്തെ അനുഗ്രഹം പകരുന്നവൻ കൃപകൾക്കായി സ്തോത്രം ചെന്നർത്താവേ. ഒരു ചെറിയൊരു തലവേദന വന്നാൽ ഞങ്ങൾക്ക് താങ്ങുവാൻ പറ്റത്തില്ല പിതാവേ. ചെറിയൊരു മുറിവ് വന്നാൽ ഞങ്ങൾക്ക് താങ്ങുവാൻ പറ്റത്തില്ല. ഇതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വേദനകളെ, ഞങ്ങളുടെ മുറിവുകളെ, ഞങ്ങളുടെ ശാപങ്ങളെ, ഞങ്ങളുടെ എല്ലാവിധമാവുന്ന തീയമ്പുകളെയും അങ്ങ് കാൽവരിയിൽ വഹിച്ചുവല്ലോ. അവിടുത്തെ അടിപ്പിണരാളുടെ മുറിവുകളെ കണ്ടി സൗഖ്യം തന്നിരിക്കുന്നവൻ കൃപകൾക്കായി സ്തോത്രം. ഞങ്ങൾ വിശ്വാസത്തോടുകൂടെ ജയമെടുക്കുന്ന കർത്താവേ, സകലവിധമാവുന്ന അർബുദ വ്യാധികളിൽ നിന്നും സകലവിധമാവുന്ന എല്ലാ തീയമ്പുകളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം. എന്റെ കർത്താവാൻ ദൈവമേ, അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് ചുംബിപ്പാനുള്ള അവസരം തരണമേ. അപ്പൊ ഞങ്ങൾ ആരും തന്നെ വഴിയിൽ വെച്ച് പട്ടുപോകുവാൻ അനുവദിക്കാതെ കർത്താവാം ദൈവമേ, ഞങ്ങൾ പ്രഭാതത്തിൽ ഓരോ ദിവസവും ഉണർന്ന് എഴുന്നേറ്റതിന് ശേഷം സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ എല്ലാവരും യാത്ര പുറപ്പെടുമ്പോൾ, പണികൾക്ക് വേണ്ടി യാത്ര പുറപ്പെടുമ്പോൾ, ഓരോ ദിവസമുള്ള നിത്യവൃത്തികൾക്ക് വേണ്ടി യാത്ര പുറപ്പെടുമ്പോൾ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് തന്നെ ഞങ്ങളോട് ഇടപെടുന്നവൻ കൃപകൾക്കായി സ്തോത്രം. അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ വഴിയിൽ വെച്ച് ആരും പട്ടുപോകുവാൻ അനുവദിക്കരുതേ. കർത്താവാം ദൈവമേ, തിരക്കേറിയ വീഥികളിൽ കൂടെയുള്ള യാത്രകൾ ഞങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും കർത്താവാം ദൈവമേ, മഹാമാരി മൂലമായിരുന്നാലും വാഹനാപകടങ്ങൾ മൂലമായിരുന്നാലും അവിടുത്തെ മക്കൾ ആർക്കും തന്നെ ഒരു ദോഷവും ഉണ്ടാകുവാൻ അനുവദിക്കാതെ എല്ലാവരെയും ഭവനത്തിൽ, ഹല്ലേലൂയ, ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ ഭവനത്തിൽ കൂട്ടിച്ചേർക്കുന്ന കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടല്ലോ. അവിടുന്ന് തന്നെ മുൻപടയും പിൻപടയുമായി ഇസ്രായേൽ ജനത വഴി നടത്തിയതുപോലെ അവിടുത്തെ മക്കളെല്ലാവരെയും കാത്തു പരിപാലിക്കണമേ. മാരകമാവുന്ന മുറിവുകൾ മൂലം, വേദനകൾ മൂലം ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ കർത്താവെ, ഓരോ ഓപ്പറേഷനുകൾക്കും വിധേയരായും ഓപ്പറേഷനുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരായും ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, ഭാരത്തോടുകൂടെ, പ്രയാസത്തോടുകൂടെ, ബുദ്ധിമുട്ടോടുകൂടെ, ദുരിതാവസ്ഥകളിലായിരിക്കുന്നവർ, താങ്ങുവാൻ ആരുമില്ലല്ലെന്നുള്ള പ്രയാസത്തോടുകൂടെ ആയിരിക്കുന്ന എല്ലാവരെയും കാണുന്ന കർത്താവെ, ബെഥസ്ദ കുളക്കരയിൽ വെച്ചുണ്ടായ അനുഭവം എല്ലാ മക്കൾക്കും ഉണ്ടാകാൻ അവിടുന്ന് ഇടയാക്കണമേ. കരം പിടിച്ച് നടത്തണമേ. എല്ലാ മക്കളെയും അവിടുന്ന് താങ്ങണമേ കർത്താവേ. ഇത്രത്തോളം ജയം തന്ന ക്രിസ്തുവിന് സ്തോത്രം. കുറവുകളെയും കുട്ടികളെല്ലാം അവിടുന്ന് ക്ഷമിക്കും, മാനവും മഹത്വത്തോട് സ്വീകരിക്കും. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപത്തിന് ബലിയായി കാൽവരിയിൽ യാഗമായി തീർന്ന നസ്രായനാവുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുമ്പോൾ ചുരുങ്ങിയ യാചന കൃപയോടെ കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.